അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഇന്ന് ഓണം ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് നാളെ ഓണം. പറ അപ്പൊ ഞങ്ങൾ കാത്തിരിക്കാം. എനിക്ക് ചുമയാണ് റോഡിന്റെ നടുക്ക്. എംപിടിക്കാർ തിരിച്ചു വന്ന് നമ്മൾ ഞാൻ സൈഡിൽ നിർത്തിയിട്ടല്ല, വണ്ടിയിട്ട് ഓടിക്കരുന്നല്ലോ. ഇതാലോ നേരത്തെ ഒരു MVD പോയിട്ടുണ്ട്, ഇപ്പൊ അമ്മനെ പിടിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ നാട് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ നാട്. കണ്ടോ, ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടേത്. എവിടെയോ ഞങ്ങളുടെ ബസ്, നമ്മൾ പണ്ട് തൊട്ട് സ്കൂളിൽ പോകുന്ന ബസ്, അതൊരിക്കലും നിർത്തില്ലായിരുന്നു ആ ബസ്, ഞങ്ങളുടെ അഭിനന്ദ് ബസ്. ഞങ്ങളിപ്പോ ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേക്കാം. ഇവന് മാത്രമല്ല, എനിക്ക് ചുമയാണ്. ഇവൻ എന്താ അസുഖം എന്ന് പറയുന്നത്? നമ്മുടെ ഇവൻ എന്താ അസുഖം എന്ന് പറയും? ഇവന് ചുമയായതുകൊണ്ട് ഞങ്ങള് ഓണത്തിന് ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. വ്ളോഗിൽ വരും നമ്മളെല്ലാവരും. ഞങ്ങളെ ഫാമിലി ട്രിപ്പ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി. പറയും ഞാൻ ലൊട്ടെ ലൊട്ടെ ഗൈസ്, ഇവനാണ് നമ്മുടെ ലൊട്ട. ഇതാണ് നമ്മളെ ഇത് ഷൊട്ട. നീയോ? അല്ല ഇനിയല്ലേ നമ്മുടെ ലൊട്ട നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഈ ലൊട്ടയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നേക്കുന്നത്. ഇന്ന് എന്തൊക്കെയായിരുന്നു ഉച്ചയ്ക്ക് ചോറിനെന്ന് പറഞ്ഞു നമ്മുടെ സദ്യയോ? സദ്യയുടെ കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇത്തിരി വൃത്തിയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജമന്തി അരളി ഇല്ല, എന്നിട്ടാണ് ചത്തുപോവാൻ. ഗൈസ്, ഞങ്ങൾ പൂ വാങ്ങി. നാളെ നമ്മൾ പൂവിടും. തന്നെ ഞങ്ങൾ എന്താണ് ഫുഡിനെ പറ്റി പറയാനുള്ളത്? ഞാൻ ഇതിൻ്റെ കൂടെ ഏതാ കൂട്ടുകറി കൂട്ടിയതെന്ന് നല്ലായിരുന്നു. ഞങ്ങളിപ്പോ അതെ പാണ്ടിപ്പട കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഓണായതുകൊണ്ട് നമുക്ക് വീടൊക്കെ ഒന്ന് അലങ്കരിക്കാം. ഇത് ഞാൻ കോളേജിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന് എൻ്റെ പൂക്കളം ഉണ്ടോ. ഇവിടെയൊക്കെ ഞാൻ പൂവ് തൂക്കിയിട്ടുണ്ട്. ഇനി ഇത് എവിടെയെങ്കിലും തൂക്കണം. ഞങ്ങളിവിടെ തൂക്കി. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ തൂക്കണം.
നമുക്ക് നാളെ പൂക്കളം ഇടണം. ഇനി നമുക്ക് ഏത് ഡിസൈൻ വേണമെന്ന് ആദ്യം തീരുമാനിക്കാം. ചോക്ക് മറ്റേ ചോക്കുണ്ടോ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? പറ. നിങ്ങളൊരു ഓണത്തിന്റെ സെലിബ്രേഷനെ പറ്റി പറയും. ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ. നാളെ എന്താ സ്പെഷ്യല് ഓണായിട്ട്? സദ്യയുടെ കൂടെ ചിക്കൻ ഇല്ല? അതെ. പറ എന്തേലും ഓണത്തിനെ പറ്റി. ഇതെന്തിനു വേണ്ടിയാ? ഇത്രയും വെളുത്തുള്ളി സാമ്പാറിലേക്കോ? നിനക്കെന്താ ഓണത്തിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് ഓണത്തിനെ പറ്റി പറയാം. നമ്മള് രാവിലെ ഓണത്തിന്റെ അന്ന് മാത്രം നമ്മള് കൂടും. നമ്മളിടും, ബാക്കി എല്ലാരും 10 ദിവസം ഇടും. 10 ദിവസം ഇടും. ഞങ്ങൾ ഒരു ദിവസം മാത്രമേ കൂടാറുള്ളൂ. കാരണം ഇവിടെ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലത്ത് പൂവില്ല. പിന്നെ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലോ? ഇവിടുത്തെ മുറ്റത്ത് പൂവുണ്ടോ? മുറ്റത്ത് പോവില്ല, നമ്മൾ ശ്രമിക്കാറുമില്ല. എണീക്കുന്ന കാര്യം ഞങ്ങളെ കൊണ്ട് ആരും കൊണ്ടും പറ്റാത്തൊരു കാര്യമാണ്. സോ ഞങ്ങൾ ഒരു ദിവസം മാത്രം, അതും രാവിലെ എണീക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ അരിഞ്ഞു വെക്കുകയാണ് പൂവ്. ചിലരൊക്കെ അത് ആരും കണ്ട് തെറി വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂവ് എന്തൊക്കെയാന്ന് പരിചയപ്പെടുത്തി തരാം. കാരണം അത് കുറെ പൂണ്ടിഞ്ഞാട് വെച്ചോ. അരളി, ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ജമന്തി എന്ന് പറയും. പക്ഷെ ഇത് വേറെ നാട്ടിൽ ഇതിന് വേറെ പേരാണ് പറയാ. ഇത് റോസാപ്പൂ. ഇത് ഞങ്ങളുടെ നാട്ടിൽ ചെട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എറണാകുളത്തൊക്കെ ജമന്തി എന്നാണ് പറയുന്നത്. മഞ്ഞ ജമന്തി, ഈ ജമന്തി ഓറഞ്ച് ജമന്തി എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങളുടെ നാട്ടിൽ ചെട്ടിയാണ്, ചെട്ടിപ്പൂ. ഇത് ജമന്തി, വെള്ള ജമന്തി. ഇത് മഞ്ഞ ജമന്തി. ഇത് ഓറഞ്ച് ഇത് വയലറ്റ് ജമന്തി. ഇതൊരു കളർ ജമന്തി. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, മല്ലികപ്പൂ. അപ്പം ഞങ്ങളിതിങ്ങനെ മുറിച്ചാണ് ഇടാറ്. നാളത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡി ആവുന്നതാണ്. ഹാപ്പി ഓണം ഗൈസ്. ഇന്ന് തിരുവോണമായി, പക്ഷെ നമ്മൾ ആരും എണീച്ചിട്ടില്ല. ഇനി നമുക്ക് വേണം പൂവിടാൻ. സമയം എത്രയും 8:45 ഉള്ളൂ. ഇനി നമുക്ക് പൂവിടണം, ചായ കുടിക്കണം, കുളിക്കണം, ഫോട്ടോ എടുക്കണം. പിന്നെ ഇന്ന് 3 മണിക്കുള്ള സാധനം കാണണം. ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഇവളെന്താ ചെയ്യുന്നതെന്ന്. എണീക്കാനേ തോന്നുന്നില്ല. പിന്നെയോ വായിക്കൂടെ കൂടുന്നത്? പൂക്കളം വരയ്ക്കാൻ തുടങ്ങി. വരയ്ക്കാനാവുന്നില്ല. ശരി, ഏതെങ്കിലും സിമ്പിൾ നോക്കാം. അവൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. എല്ലാ ഏതോളും ഒരു വലുപ്പാവൂ. അപ്പം നമുക്കിനി സദ്യയുടെ കാര്യങ്ങൾ പോയി നോക്കിയിട്ട് വരാം. ഇന്നിവിടെ പത്തിരി ആൻഡ് ചിക്കൻ കറിയാണ് ഓണത്തിന്. സദ്യയുടെ കാര്യങ്ങൾ എന്തായി? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് പറ. ചിക്കനും പത്തിരിയും. ഓണത്തിനൊക്കെ ചിക്കൻ വാങ്ങുന്ന മോശല്ലേ? ഇന്ന് കമ്പവലിക്ക് ജയിക്കുന്ന ഈ കൊല്ലം. ഞാനും കുളിച്ചു ഗൈസ് ഓണായിട്ട്.
നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. നേരത്തെ വരച്ചതൊക്കെ മായ്ച്ചു കളഞ്ഞു. ഇതാണ് കൃഷ്ണമുടി. കുഞ്ഞൻ ഭയങ്കര സീരിയസാണ്. നോക്കാം. നമ്മുടെ പൂക്കളൊക്കെ ഇത്രയായി. ബാക്കി നമുക്ക് ചായ കുടിച്ചിട്ട് ആക്കാം. പോടാ. ഇന്ന് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു ഗൈസ്. ഓണായിട്ട് ഞങ്ങൾ ഇനി ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാം. ഫോട്ടോഷൂട്ടൊന്നുമില്ല, 2-3 ഫോട്ടോ എടുക്കാൻ. അത് പോയിട്ട് വരാം. ഹലോ ഗൈസ്, ഓണത്തിന് റെഡിയാവാണ്. ഇവളെ ഞാൻ പറയും ഇവിടെ എത്തിക്കുന്നില്ല, മാറ്റി നമ്മളെ കടുത്ത എന്താണ് പറയാനുള്ളത്? ഓണായിട്ട് സദ്യ ഒന്നും കഴിച്ചില്ലല്ലോ. വ്ളോഗിലുള്ളതോ? ഞങ്ങൾ ഉച്ചക്ക് വന്നത് പണിയായി. സദ്യ പോലും കഴിച്ചില്ല ഓണമായിട്ട്. ഞങ്ങൾ എസ്തെറ്റിക് പിടിച്ച എസ്തെറ്റിക്കിന് എ പോലും വാങ്ങിച്ചില്ലായിരുന്നു. സോ നമ്മൾ തിരിച്ചു പോവാണ്. എന്താണ് കഴിച്ച് നമ്മുടെ ഓണസദ്യ. ഈ വട്ടം പ്ലേറ്റിലായിപ്പോയി. ഗൈസ്, ഇനി ഞങ്ങൾ നാട്ടിലത്തെ ഓണപരിപാടിക്ക് പോവാണ്. ഇങ്ങോട്ട് വാ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നു. ഇനി നമുക്ക് നാട്ടിലെ ഓണപരിപാടി. ഒരു ഓണപ്പാട്ട് പാടിക്കൊടുക്കും. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. എനിക്ക് ഓണപ്പാട്ടൊന്നും അറിയില്ല. പാട്. ഇല്ല, തിരുവാവണി രാവ് പാടിക്കൊടുക്കും. എനിക്കറിയില്ല. തിരുവാവണി രാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറും ഒരു പൂവാലിക്കിളിയേ. അപ്പോൾ അത് പാട്ട് പാടി ഇനി നമുക്ക് പരിപാടിക്കാം. കുപ്പിയിൽ വെള്ളം നിറയ്ക്കലുണ്ട്. അയ്യോ, ആവേശകരമായ സക്സസ്ഫുള്ളി തോറ്റിരിക്കുന്നു. തോറ്റല്ലേ? അതിന്റെ ചെരുപ്പട
അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തി. ഞങ്ങൾ പായസം കുടിക്കുന്നത്. ഞങ്ങളിപ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുക. നാട്ടിലെ ഓണപരിപാടിക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ബിഗ് ബോസിൽ പായസം കുടിക്കുകയാണ്. ബിഗ് ബോസിൽ പായസം കുടിക്കായതുകൊണ്ട് ഞങ്ങൾ ഇതേ പായസം കുടിക്കാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു കുറേ നാളായി ഞങ്ങൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ പറയും. ബൈ പറയും. ബൈ.